കണ്ടോ? ആദ്യക്ക് ദോശ, പച്ചച്ചമ്മന്തി. ആണോ? 6 മണിക്ക് പിന്നെയും ടിക്കറ്റ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സൺഡേ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുള്ളത്. പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ അങ്ങ് ഒരുങ്ങി കെട്ടി ഇറങ്ങി. അപ്പോൾ ഇവിടെ ഏട്ടന് ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂപ്പർ മാർക്കറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറി. ഏട്ടൻ പറഞ്ഞ വീട്ടിലേക്ക് ആവശ്യമുള്ളത് എന്താണോ അതൊക്കെ ഇപ്പം വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറി. യോഗ ബാറാണോ നോക്കുന്നത്? നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഈ ചേട്ടനും ചേച്ചിയും കൂടെ അങ്ങോട്ട് നടന്നു വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആസിയെ കണ്ടപ്പം ആസിയെടുത്ത് ചോദിച്ചു, വരുന്നുണ്ടോ, മുട്ടായി വാങ്ങിച്ചു തരാമെന്ന്. ഒന്നും നോക്കിയില്ല, അന്നേരം ചാടത്തുള്ളി കയറിപ്പോയി. ഇവരെ നമുക്ക് പരിചയമില്ലാത്തവരൊന്നുമല്ല, നമ്മുടെ കൂടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണേ. ചേച്ചിയില്ല, ചേട്ടൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അവർ അവിടെ കറങ്ങി ചുറ്റി നടക്കുന്ന സമയം കൊണ്ട് ഞാൻ വന്ന് വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പയർ, പിന്നെ ഏത്തയ്ക്ക, റോബസ്റ്റ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അതൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം ആദ്യക്കുട്ടനാണ് വീഡിയോ എടുത്തു തരുന്നത്. വീഡിയോ എടുക്കുന്ന കാര്യം മാത്രമല്ല, അവനെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മളൊന്നും പറയണമെന്നൊന്നുമില്ല. അവൻ രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യമേ നേരെ അടുക്കളയിലോട്ടാണ് വരുന്നത്. അടുക്കളയിലോട്ട് വന്നു കഴിഞ്ഞാൽ പുറകെ ഇങ്ങനെ നിൽക്കും, അമ്മേ 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 എന്ന് വിളിച്ചുകൊണ്ട്. അതുമല്ല, അവൻ ഭയങ്കര അപ്ഡേറ്റഡ് ആണേ. നമ്മൾ ഏത് ഡ്രസ്സ് ധരിക്കണം, ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുവേ. ഇവനിങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന കാരണം പല കാര്യങ്ങളും ഏട്ടന് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇതൊക്കെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, എനിക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ, ഫോട്ടോഗ്രാഫി, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. ഇതിനോടൊക്കെയാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ ആരെയും ദ്രോഹിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും കാണിക്കുകയോ പ്രവർത്തിക്കുകയോ പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുന്നവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവർ ദയവ് ചെയ്ത് എന്നെ സ്കിപ്പടിച്ച് പോവുക. എന്നെ പേഴ്സണലി അറിയാവുന്നവർ തന്നെയാണ് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ കുത്തി കുത്തി സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ ഇതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചത്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ടാണേ വന്നത്. കാരണം ഈ വാങ്ങിച്ച സാധനങ്ങളെല്ലാം വീട്ടിൽ അടുക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ പുറത്തോട്ട് പോവുകയാണേ. നമ്മളിനി നേരെ പോകുന്നതെന്ന് വെച്ചാൽ ഒരു സിനിമ കാണാനായിട്ടാണേ. അപ്പോൾ സിനിമയും കണ്ട് ഫുഡും കഴിച്ച് ഇന്നത്തെ സൺഡേ അവസാനിപ്പിക്കാം എന്നൊരു പ്ലാനിലോട്ട് നമ്മൾ അവസാനം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ നേരെ പോയെന്ന് വെച്ചാൽ അഞ്ചാനി മോളിലോട്ടാണേ. അത് പള്ളിക്കത്തോടുള്ള അഞ്ചാനി മോളിലോട്ടാണ് പോയത്. കളിക്കുന്നടോ? അറിയത്തില്ല, ഈ ഡാഡി എന്തോ പറയുന്നെന്ന് അറിയത്തില്ല. ചുട്ടു ഹായ് പറ, ഹായ്. സിനിമ തുടങ്ങാനായിട്ട് 9:15 നമ്മൾ 8 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഈ നേരെ കാണുന്ന ഈ മോളിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി കുറച്ച് ഫുഡും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അത്രയും സമയം ലാഭിക്കാമല്ലോ. ഈ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഒരുപാട് റീൽസിലും യൂട്യൂബ് വീഡിയോയിലും ഒക്കെ വൈറലായിട്ടുള്ളതാണേ. ഇതിൻ്റെ ആംബിയൻസ് ഒക്കെ കാണാൻ നല്ല സെറ്റാണ്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു റൂം പോലെ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിയിരുന്നു. ഇതുപോലെ തന്നെ ഈ റൂം പോലെ തന്നെ 3-4 എണ്ണം അപ്പുറത്തോട്ട് നിരന്നിരന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറിയിരുന്നു. അസിക്ക് എന്താ വേണ്ടേ? ഇതിൽ നോക്കി പറ എന്താ വേണ്ടേ?
അസിക്ക് എന്താ വേണം? ചിക്കൻ വേണോ, മുട്ട വേണോ, മീനുണ്ട്, ബീഫുണ്ട്, ബീഫ് ആദ്യം എന്നോട് പറയണേ ഇവിടെ കള്ളുണ്ടമ്മേ, ഒരു കള്ളും കൂടെ വാങ്ങിക്കാം. കള്ളുണ്ട്, കള്ളു വേണേ കള്ളു മേടിച്ചു കുടി. കള്ളു ഇല്ലേ? നിർത്തിയോ? ലൈസൻസ് ഇല്ലേ? ഫിഷ് ഒന്നും ഇല്ലായിരുന്നോ? മുയലുണ്ട്, മുയലിറച്ചി കഴിക്കുന്നുണ്ട്. എവിടെ പോവുക? വെള്ളത്തിനാന്ന് തോന്നുന്നു. വെള്ളം വേണോ? മതിയത് മതിയോ? ഇത് പൊടി, ഇത് പൊടി. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത് തന്നെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഒരു വെറൈറ്റി ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. മോനാണെങ്കിൽ ഒരു നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തത്. അവന് കഴിക്കത്തക്ക അവൻ എന്താണ് KFC ചിക്കൻ ബർഗർ അതൊക്കെ പ്രതീക്ഷിച്ചാണ് അവൻ വന്നത്. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അവനെപ്പോലെ തന്നെ ഞാനും വലിയ പ്രതീക്ഷയിലാണ് വന്നത്. അൽഫാം, കുഴിമന്തി അങ്ങനെ എന്തെന്തൊക്കെയോ പ്രതീക്ഷയിലാണ് ഞാനും വന്നത്. പക്ഷേ ഇവിടെ ആകെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ കള്ളപ്പം, പൊറോട്ടയുണ്ട്. പക്ഷേ അതിന് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് എന്നാണ് കപ്പ ബിരിയാണി. അങ്ങനെ പിന്നെ ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് അത് കഴിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവിടെയും തേഞ്ഞെന്ന്. കാരണം എന്താ വെച്ചാൽ ചിക്കൻ ബിരിയാണിയുടെ ഗ്രേവിക്ക് ചിക്കൻ കറിയുടെ യാതൊരു ടേസ്റ്റും ഇല്ലായിരുന്നു. പകരം മുട്ടക്കറിയുടെ ടേസ്റ്റ് ആയിരുന്നേ. മുട്ടക്കറിയുടെ മുട്ടക്കറിക്കകത്ത് ചിക്കൻ വറുത്ത് ഇട്ടേക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കഴിച്ചിട്ട്. അസി കൊള്ളാം. നല്ലതാണോ? ആദ്യം കൊതി വിടുവാണോടാ? എന്തായാലും ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു. നെയ് റോസ്റ്റ് എന്താ നീ പറഞ്ഞേ? പേപ്പർ റോസ്റ്റ് ഇല്ല ഇവിടെ, നെയ് റോസ്റ്റ്. സാധാ ദോശയും ചമ്മന്തിക്കറി. പിന്നെ കഴിച്ചാ മതി. എന്നാലും അതെ, നമ്മൾ ഇത്രയും പുറത്ത് വന്നില്ലേ, നിനക്ക് വേറെ എന്തെങ്കിലും ഡിഷ് പറഞ്ഞുകൂടായിരുന്നോ? അസീനി ദോശയും കഴിക്കില്ലേ? അങ്ങോട്ടാ എങ്ങോട്ടാ? ഡേ ആസി ദോശ സുഖമില്ല. ബീഫ് ഉള്ള അല്ലേ? നിക്ക് മോനെ, വീഡിയോ എടുത്തോട്ടെ. നീ കഴിക്കും, അമ്മയ്ക്ക് വേണ്ട. അമ്മ ബിരിയാണി കഴിക്കുമ്പോൾ ഇത് എവിടെ കയറി നിൽക്കുന്നേ? അവന്റെ തോളി കിടന്ന് തിന്നു. ചിക്കൻ ബിരിയാണി കഴിച്ചതിൻ്റെ യാതൊരു സുഖവും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫുള്ള് കഴിച്ചില്ല, പകുതിയെ കഴിച്ചിട്ടുണ്ടായിരുന്നോളെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി. ഒരു 1.5 മാസം കൂടിയിട്ടാണ് നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
അത് ഇങ്ങനെയായി പോയല്ലോ എന്നാലോചിച്ചിട്ട് കുറച്ചധികം വിഷമമുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഞാൻ പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നേ. എത്ര മണിയായി? 8:30. 9:15 സിനിമ. പൊക്കോ, നടന്നു പൊക്കോ, വീഴരുത്. അയ്യോ, കയ്യും പിടിച്ച് പോവുക. സ്കൂട്ടറിൽ കാറിന്റെ സൗണ്ട് നടന്നിട്ട് പേടിയാവുന്നു. ഫുഡ് കഴിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ടും നേരെ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഗാട്ട ഗുസ്തി 2 കാണാനായിട്ടാണ് നമ്മൾ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ സിനിമ കാണാനായിട്ട് ഇവിടെ ഒരൊറ്റ മനുഷ്യൻ പോലും ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുള്ളത്. ആളൊന്നും ആയിട്ടില്ല, ഒരു ടിക്കറ്റും കിട്ടിയിട്ടില്ല. എത്ര 10 പേര്. ബാ പോവാ. 10 പേരുണ്ടെങ്കിൽ സിനിമ എടുത്തോളൂ. ആണോ? വീട്ടിൽ പോവാം. 6 മണിക്ക് പിന്നെയും ടിക്കറ്റ് ഉണ്ടായിരുന്നു. 6 മണിക്ക് 10 പേര് ആയിട്ടുണ്ട്. 6 മണിക്ക് പ്ലേ ചെയ്തില്ലായിരുന്നു? 6 മണിക്കില്ല, 6:15. സിനിമയില്ല. സിനിമയില്ല, 10 പേര് കാണും. 10 പേര് പോവാ. അതൊന്നുമല്ല, കാണാൻ വന്ന സിനിമ മറ്റേ വെള്ളം കുപ്പി എടുത്തോ. നമ്മൾ കാണാൻ വന്ന സിനിമയ്ക്ക് ഒരൊറ്റ മനുഷ്യനില്ല, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോകുന്നതാണ്. അവിടെ അവർ സിനിമ ഇടുന്നില്ല. നോക്ക്, തിയേറ്റർ ഫുള്ള് കാലി. പോയാലോ ഏട്ടാ? സിനിമ ഇല്ലാത്തതിൻ്റെ നിരാശയിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഏട്ടൻ്റെ സ്വഭാവം വെച്ചിട്ട് ഏട്ടന് ആ സിനിമ കണ്ടേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വാശിയിലായേ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ആ സിനിമയുള്ള വേറൊരു തിയേറ്ററിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അതെന്ന് പറഞ്ഞാൽ ഈ അഞ്ചാനിയുടെ തിയേറ്റർ തന്നെ കറുകച്ചാലാണേ. അത് ഇച്ചിരി അത്യാവശ്യം വലിയൊരു തിയേറ്ററാണേ. ഭയങ്കര സെറ്റപ്പാണല്ലോ. ഏറ്റവും ബാക്കിലെയാ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കേസ് മനസ്സിലായത് ഇവിടെ ഒരുപാട് സീറ്റ് ഉണ്ടെന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെയും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ഈ സിനിമ കാണാനായിട്ട്. നമ്മുടെ എന്തോ ഭാഗ്യത്തിന് ഇവിടെ 10 പേരിൽ കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ സിനിമ പ്ലേ ചെയ്ത്, അതുകൊണ്ട് നമുക്ക് ഈ സിനിമ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ സിനിമയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. സിനിമ തുടങ്ങി പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ദേണ്ടേ എന്നിട്ട് ഒരാൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെ എത്ര നേരം വേണമെങ്കിലും മിണ്ടാതെ സൈലൻ്റ് ആയിട്ടിരുന്നുള്ളൂ. നമുക്ക് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇൻ്റർവെല്ലൊക്കെ ആയേ.
ഇൻ്റർവെൽ ആയപ്പോൾ തന്നെ ഓരോരുത്തരും ഐസ്ക്രീം വേണം, പോപ്കോൺ വേണം, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് സമയം ഒരു മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. 1 മണിയല്ല, ഒരു 12:30 ആയെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഫുഡ് വാങ്ങിച്ച് കൊടുക്കണ്ടെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിളാണേ. കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ടാണോ സെക്കൻഡ് പാർട്ടാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി സെക്കൻഡ് പാർട്ടാണ് കൂടുതൽ ഇഷ്ടമായത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ തിയേറ്റർ. എന്ത് ഭംഗിയാണെന്നറിയോ ഈ തിയേറ്റർ കാണാനായിട്ട്. അതുമല്ല ഈ ചെയർ ആണെങ്കിലും സ്ക്രീൻ ക്വാളിറ്റി ആണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ആയിരുന്നെങ്കിലും എല്ലാം കിടിലമായിരുന്നേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. വലിയ സ്ക്രീനാണ്. ഉറങ്ങണ്ടേ? ഉറക്കമൊന്നുമില്ലേ? നീയില്ലെങ്കിൽ ഞാനെങ്ങനാ ബായ് പറ, ബായ്. നീലമാ